ഓം ശാന്തി. മമ്മ എനിക്ക് തൻ്റെ സർവ ദിവ്യശക്തികളും നിറച്ചു തന്നു. ബാംഗ്ലൂരിൽ നിന്ന് ബ്രഹ്മകുമാരി ദാദി ഹൃദയ പുഷ്പാജി മമ്മയോടൊപ്പമുള്ള തൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ വിവരിക്കുന്നു. കറാച്ചിയിൽ വെച്ച് ദാദിക്ക് ഒരു ദിവസം വല്ലാത്ത വയറുവേദന തുടങ്ങി. എനിക്ക് ഏതാണ്ട് 30 തവണ ബാത്റൂമിൽ പോകേണ്ടി വന്നു. എന്നിട്ടും എനിക്ക് യാതൊരു ചിന്തയും ഇല്ലായിരുന്നു. എന്തെന്നാൽ എനിക്ക് ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു, ജീവൻ ഭഗവാന്റെ കയ്യിലാണ്. എന്റെ രക്ഷകൻ ഭഗവാനാണ്. അത് എവിടെയായാലും ശരി, തന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോയാലും ശരി, അതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. പിന്നീട് ബാബാ എന്ന് വിളിച്ച് ബോധം കെട്ടു വീണു ഞാൻ. ഈ വിവരം ബാബ അറിഞ്ഞപ്പോൾ ബാബ പെട്ടെന്ന് വന്ന് എനിക്ക് ദൃഷ്ടി തന്നു. അല്പസമയം കഴിഞ്ഞ ശേഷം ഞാൻ കണ്ണു തുറന്ന് ബാബാ ബാബാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ബാബ ഉടൻ മമ്മയെ വിളിച്ച്, ഈ കുട്ടിയുടെ സംരക്ഷണം താങ്കൾ ചെയ്യണം എന്ന് പറഞ്ഞു. മമ്മ പറഞ്ഞു, ശരി ബാബ. പിന്നെ ബാബ 7 ദിവസത്തേക്കുള്ള നടപടിക്രമം ഉണ്ടാക്കി കൊടുത്തു. കുട്ടിക്ക് എന്തൊക്കെ കഴിക്കാനും കുടിക്കാനും കൊടുക്കണം എന്നതിന്. 2 ദിവസത്തേക്ക് കുട്ടിക്ക് ഓരോ മണിക്കൂറിലും 3 കരണ്ടി വെള്ളം മാത്രം കൊടുക്കാൻ ബാബ മമ്മയോട് പറഞ്ഞു. അതിനുശേഷം 2 ദിവസം ഓരോ മണിക്കൂർ ഇടവിട്ട് 3 സ്പൂൺ വെള്ളവും 3 സ്പൂൺ പാലും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 5-ാം ദിവസം ഈ 2 സ്പൂൺ കിച്ചടി കൊടുക്കുക. മമ്മ അപ്രകാരം ചെയ്തു. ഞാൻ ഒരാഴ്ച കൊണ്ട് സുഖപ്പെട്ടു. എന്ന് വെച്ചാൽ മരുന്നും ആശീർവാദവും കൊണ്ട് എന്നെ സുഖപ്പെടുത്തി. എന്നാൽ അതിനുശേഷവും മമ്മ എന്നെ സ്വന്തം കൈകൾ കൊണ്ട് കഴിപ്പിക്കുമ്പോൾ ഞാൻ മമ്മയോട് പറഞ്ഞു, മമ്മ, ഇപ്പോൾ എന്റെ അസുഖം മാറി, ഞാൻ സ്വയം കഴിച്ചോളാം. അപ്പോൾ മമ്മ പറയുകയാണ്, ഇത് ബാബയുടെ നിർദ്ദേശമാണ്. ബാബ എപ്പോൾ അനുവദിക്കുന്നുവോ അപ്പോഴേ കുട്ടിക്ക് സ്വന്തം കൈകൊണ്ട് കഴിക്കാൻ പറ്റൂ. അടുത്ത ദിവസം മമ്മ എന്നോട് രാത്രി 10 മണിക്ക് മമ്മയുടെ മുറിയിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ മമ്മ പീഠത്തിലിരുന്ന് എന്നെ മുൻപിലിരുത്തി രാത്രി 10 മണി മുതൽ രാവിലെ 4 മണി വരെ ദൃഷ്ടി തന്ന് യോഗം ചെയ്യിപ്പിച്ചു. മമ്മ എനിക്ക് തന്റെ മുഴുവൻ ദിവ്യശക്തികളും നിറച്ചു തരികയാണ്. ഞാൻ ഒരു ദിവ്യ പ്രകാശത്തിലിരിക്കുകയാണ് എന്ന അനുഭൂതി അപ്പോൾ എനിക്ക് തോന്നി. രാവിലെ ആയപ്പോൾ മമ്മ പറഞ്ഞു, ഇനി കുട്ടിയുടെ മുറിയിൽ പോയി കിടന്നുറങ്ങിക്കോളൂ. രാവിലെ കുറെ സഹോദരിമാർ മമ്മയുടെ അടുത്ത് ചെന്ന് മമ്മയോട് ചോദിച്ചു, ഹൃദയപുഷ്പ ബഹൻ എന്ത് തപസ്യയാണ് ചെയ്തത്? താങ്കൾ അവരിൽ ഇത്രയും ശ്രദ്ധ കൊടുത്ത് അവരുടെ സേവ ചെയ്യാൻ തക്കവണ്ണം. മമ്മ പറഞ്ഞു, താങ്കൾ അവരോട് തന്നെ ചെന്ന് ചോദിക്കുക അവർ എന്താണ് ചെയ്തതെന്ന്.
അപ്പോൾ എല്ലാ സഹോദരിമാരും എന്റെ അടുത്ത് വന്ന് ചോദിക്കാൻ തുടങ്ങി, താങ്കൾ എന്ത് തപസ്യയാണ് ചെയ്തത്? മമ്മ സ്വയം താങ്കളുടെ വിശേഷ സേവ ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കാണെങ്കിൽ ഒരേയൊരു ശിവബാബ മാത്രം, രണ്ടാമതാരുമില്ല. ജീവിതം ആ ബാബയ്ക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ബാബയ്ക്ക് എന്റെ ജീവിതം സമർപ്പിച്ചതു മുതൽ ഒരു ശിവബാബയെ കൂടാതെ മറ്റാരെയും ഞാൻ കാണുന്നില്ല. ഇത് തന്നെയാണ് എന്റെ തപസ്യ. മധുബനിൽ നിന്നും സേവാർത്ഥം എല്ലാ സഹോദരിമാരെയും അയച്ച കൂട്ടത്തിൽ എന്നെയും ബാബ ബാംഗ്ലൂരിലേക്ക് അയച്ചു. ബാംഗ്ലൂരിൽ കുറെ വർഷം വരെ സേവയ്ക്ക് അഭിവൃദ്ധി ഉണ്ടായില്ല. മാത്രമല്ല, അവിടെ ദിവസങ്ങൾ ചെലവഴിച്ചത് വളരെ ബുദ്ധിമുട്ടിയായിരുന്നു. ഈശ്വരീയ ജ്ഞാനം പുതിയതായത് കാരണം ആരും കേൾക്കാൻ തയ്യാറാകാത്തതിനാൽ ഞാൻ വളരെ സഹിക്കേണ്ടി വന്നു. ഈ വിവരം ബാബ അറിഞ്ഞപ്പോൾ ബാബ മമ്മയോട് പറഞ്ഞു, എന്റെ കുട്ടി അവിടെ വളരെ ബുദ്ധിമുട്ടിലാണ്. താങ്കൾ ബാംഗ്ലൂരിൽ പോയി കൂട്ടിക്കൊണ്ടുവരൂ എന്ന്. ഈ വിവരം ഞാനും അറിഞ്ഞു. മമ്മ ആദ്യമായി ബാംഗ്ലൂരിൽ വരികയാണ്. ഞാൻ യോഗത്തിലിരുന്നു. എനിക്കപ്പോൾ ഇങ്ങനെ അനുഭവം ഉണ്ടായി, മാതേശ്വരി ജഗദംബ ഇവിടെ വരികയാണ്. തീർച്ചയായും പ്രകൃതി ദാസിയാകും. മാത്രമല്ല, ആരോ പറയുന്നത് പോലെ തോന്നി, താങ്കൾ വ്യാപാര തെരുവിൽ പോകൂ എന്ന്. ഞാൻ പെട്ടെന്ന് യോഗത്തിൽ നിന്ന് ഉണർന്ന് ചിന്തിച്ചു, ഈ വ്യാപാര തെരുവ് എവിടെയാണ്? ഞാൻ സെന്ററിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അന്വേഷിച്ച് വ്യാപാര തെരുവിലെത്തി. അവിടെ ആരെ കാണണമെന്ന് അറിയില്ലായിരുന്നു. മനസ്സിൽ ഒരു ശബ്ദം കേട്ടു, മുമ്പോട്ട് പോകൂ. ഞാൻ മുൻപോട്ട് നടന്ന് അല്പം അകലെ എത്തിയപ്പോൾ ഒരു വലിയ സേട്ട് തന്റെ കടയിലേക്ക് പോകുന്നതായി കണ്ടു. അപ്പോൾ എന്റെ ഉള്ളിൽ വീണ്ടും ഒരു ശബ്ദം കേട്ടു, ഈ കടയുടെ ഉടമസ്ഥനെ പോയി കാണൂ. അദ്ദേഹം ജഗദംബയുടെ ഭക്തനാണ്. ഞാൻ കടയിലേക്ക് കയറിയപ്പോൾ ഉടമസ്ഥൻ ചോദിച്ചു, മാതാജി, താങ്കൾക്ക് എന്ത് വേണം? ഞാൻ പറഞ്ഞു, താങ്കൾ ജഗദംബയെ അറിയുമോ? അദ്ദേഹം പറഞ്ഞു, ഓ, അറിയാം. ഞാൻ ജഗദംബയുടെ ഭക്തനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ജഗദംബ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. മാത്രമല്ല, ആ ജഗദംബ ബാംഗ്ലൂരിൽ വരുന്നുണ്ട്. ഈ വിവരം കേട്ടപ്പോൾ സേട്ടിന് വലിയ ആശ്ചര്യം തോന്നി. ശരിയോ? ഇതെന്റെ സൗഭാഗ്യമാണ്. എന്തെന്നാൽ ഞാൻ എന്റെ ഇഷ്ടദേവിയെ ചൈതന്യരൂപത്തിൽ കാണും, വരദാനം വാങ്ങും, ആശീർവാദം പ്രാപ്തമാക്കും. എന്റെ ജന്മജന്മാന്തരങ്ങളായ ഇച്ഛ സഫലമാവുകയും ചെയ്യും. എന്നിട്ട് സേട്ട് വീണ്ടും പറഞ്ഞു, താങ്കൾ പറഞ്ഞ കാര്യം കേട്ട് എന്റെ മുന്നിൽ ജഗദംബയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ആ ദൃശ്യം വരുന്നു. ഞാൻ പറഞ്ഞു, ജഗദംബയെ കാണുന്നതിനു വേണ്ടി വളരെ പേർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ സേട്ട് എന്നോട് ചോദിച്ചു, ഇതിനു വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറഞ്ഞാലും. ഞാൻ പറഞ്ഞു, വളരെ പേർ ജഗദംബയെ കാണാൻ വരും.
അതുകൊണ്ട് ഒരു വലിയ ഹോൾ വേണം. ജഗദംബയ്ക്ക് താമസിക്കാൻ വേണ്ടി ഒരു വലിയ ബംഗ്ലാവും വേണം. സേട്ടു പറഞ്ഞു, മാതാജി, ഈയിടെ ഞാനൊരു പുതിയ ധർമ്മശാല പണിതിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം കുറച്ചു മുമ്പ് തന്നെ നടന്നു. അതിൽ താമസിക്കുവാനുള്ള സൗകര്യവും ഉണ്ട്. താങ്കൾ അതൊന്നു പോയി നോക്കിയാലും. അപ്പോൾ തന്നെ സേഠ്ജി തന്റെ കാറിൽ എന്നെ കയറ്റി ധർമ്മശാല കാണിക്കുന്നതിനു വേണ്ടി കൊണ്ടുപോയി. ധർമ്മശാല കണ്ടു. എനിക്ക് ഇഷ്ടമായി. ധർമ്മശാല പുതിയതായിരുന്നു. താമസ സൗകര്യവും നല്ലത് തന്നെയായിരുന്നു. പിന്നീട് അദ്ദേഹം ഗോതമ്പ്, അരി, നെയ്യ് എന്നിവ കൊടുത്തയക്കുകയും മുറികളിലെല്ലാം കിടക്കകളും ജമുക്കാളവും ഏർപ്പെടുത്തി. മാതേശ്വരിജിയുടെ മുറിയിൽ ജമുക്കാളവും കിടക്കയും വിരിയും ചന്ദനപീഠവുമെല്ലാം ഒരുക്കി. ഇനി മമ്മയുടെ സന്ദർശനം സംബന്ധിച്ച ക്ഷണക്കത്ത് അച്ചടിക്കേണ്ടതുണ്ടായിരുന്നു. ചിന്തിച്ചു, എന്ത് ചെയ്യും? വീണ്ടും മനസ്സിൽ തോന്നി, മുന്നോട്ടു പോകൂ എന്ന ശബ്ദം. മുൻപോട്ട് നടന്നപ്പോൾ ഒരു അച്ചടിശാല കണ്ടു. അകത്ത് കയറിയപ്പോൾ പ്രസ് മുതലാളി ചോദിച്ചു, മാതാജി, എന്തു വേണം? ഞാൻ പറഞ്ഞു, ജഗദംബ സരസ്വതി ബാംഗ്ലൂരിൽ വരുന്നുണ്ട്. എനിക്കതിനുള്ള ക്ഷണക്കത്തടിക്കണം. പ്രസ്സുടമസ്ഥൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞോളൂ, ഞങ്ങൾ അടിച്ചു തരാം. എന്റെ വായിൽ നിന്നും അപ്പോൾ ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് വാക്കുകൾ വന്നു. വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും പറയാൻ സാധിക്കുമായിരുന്നില്ല അത്. അവ ഇതായിരുന്നു: മാതേശ്വരി ജഗദംബ ഈസ് അറൈവിംഗ് ബാംഗ്ലൂർ. പ്ലീസ് ഹാവ് ദ ബ്ലെസ്സിങ്സ് ഓഫ് complete purity, peace and prosperity for many births. All are invited. മാതേശ്വരി ജഗദംബ ബാംഗ്ലൂരിൽ വരുന്നു. പൂർണ്ണ പവിത്രതയുടെയും ശാന്തിയുടെയും അഭിവൃദ്ധിയുടെയും ആശീർവാദങ്ങൾ അനേക ജന്മങ്ങളിലേക്കായി സ്വീകരിച്ചാലും ഏവർക്കും ക്ഷണം. പ്രസ്സുടമസ്ഥൻ പണം ചോദിച്ചു. എന്നാൽ എന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു മാതാവിന്റെ കയ്യിൽ പണം കൊടുത്ത് വിടാം. അവരുടെ കയ്യിൽ കാർഡ് കൊടുത്തയച്ചാൽ മതി എന്ന്. ഇനി മാതേശ്വരി ജഗദംബയെ എങ്ങനെ സ്വാഗതം ചെയ്യും? അതിനുവേണ്ടി മാലയും പുഷ്പങ്ങളും വേണം. കുറച്ചു ദിവസം മുൻപ് ഒരു തോട്ടക്കാരൻ ബായി ക്ലാസ് കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ജഗദംബ മാതാവിന് വേണ്ടി എത്ര മാലയും പുഷ്പങ്ങളും ആവശ്യമുണ്ടോ അവ ഞാൻ കൊണ്ടുവരാം. അങ്ങനെ ഞങ്ങൾ മാതേശ്വരിയുടെ വരവ് കാത്തിരുന്നു. ആ ദിവസവും വന്നു. മാതേശ്വരിജി ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ ഭവ്യതയോടെ സ്വാഗതം ചെയ്തു. സേട്ട് മമ്മയെ കണ്ടതോടെ അദ്ദേഹത്തിന്റെ മനോവാഞ്ഛ ഫലപ്രാപ്തമായി. അദ്ദേഹം തൃപ്തനായി. അനേകം ഉന്നതന്മാർ മമ്മയെ കാണുന്നതിനു വേണ്ടി വരികയും മമ്മയുടെ വാക്കുകൾ കേട്ട് വളരെ സന്തുഷ്ടരാവുകയും ചെയ്തു. ഒരാഴ്ച അങ്ങനെ മമ്മ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു. മമ്മയ്ക്ക് തിരിച്ചു പോകേണ്ട സമയമായപ്പോൾ മമ്മ എന്നോട് ചോദിച്ചു, താങ്കൾ എനിക്ക് ബാബയുടെ വീട് കാണിച്ചു തന്നതേയില്ല. ഞാൻ ഒഴിഞ്ഞു മാറിക്കളിച്ചു. എന്നാൽ മമ്മ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത്
കൂട്ടിക്കൊണ്ടുപോയി. അതൊരു ചെറിയ മുറിയായിരുന്നു. അതിൽ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കലും കഴിക്കലും ക്ലാസ് എടുക്കലും ഉറങ്ങുന്നതും കോഴ്സ് എടുക്കുന്നതും എല്ലാം. ഇത് കണ്ട് മമ്മ പറഞ്ഞു, താങ്കൾ എല്ലാവരെയും ബാബ രാജകുമാരിമാരെ പോലെയാണ് വളർത്തിയത്. താങ്കളുടെ ഇവിടുത്തെ കഷ്ടപ്പാടുകൾ കണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആയതിനാൽ താങ്കളെ അങ്ങോട്ട് കൊണ്ടുവരുന്നതിനായി ബാബ പ്രത്യേകം എന്നെ അയച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മ, ഞാൻ ഒരു ഭീരുവായ യോദ്ധാവല്ല. യുദ്ധസ്ഥലത്ത് നിന്ന് ഒളിച്ചോടുകയില്ല. അപ്പോൾ മമ്മ പറഞ്ഞു, താങ്കൾ വരുന്നില്ലേ? ബാബയാണ് വിളിക്കുന്നത്. താങ്കൾ എന്റെ കൂടെ വരൂ. ഞാൻ പറഞ്ഞു, മരിക്കുമായിരിക്കാം, എന്നാലും വരില്ല. ഞാൻ ആത്മാക്കളുടെ പൂച്ചെണ്ടുണ്ടാക്കി ബാബയുടെ അടുത്ത് വരും. എന്റെ ദൃഢനിശ്ചയം കേട്ട് മമ്മ തിരിച്ച് അബുവിൽ ബാബയുടെ അടുത്തേക്ക് പോയി. ഇതേപോലെ മമ്മ വിനയമുള്ള സേവാധാരി മാതാവായി അസുഖ സമയത്ത് എന്നെ ശുശ്രൂഷിക്കുകയും പ്രശ്ന സമയങ്ങളിൽ സേവാസ്ഥാനത്ത് വന്ന് സ്നേഹവും സഹയോഗവും തരികയും സേവാസ്ഥലങ്ങളിൽ മുന്നേറുന്നതിനു വേണ്ടി എനിക്ക് ശക്തി നിറച്ചു തരികയും ചെയ്തു.